നമസ്കാരം. SDPI 20 മണ്ഡലങ്ങളിലും UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിവാദം കത്തുന്നു. തീവ്രവാദ സംഘടനകളുടെ വോട്ട് വാങ്ങിക്കുന്ന കോൺഗ്രസിൽ ഇനിയും തുടരണോ എന്ന് ആ പാർട്ടിയിലെ മതേതരവാദികൾ ചിന്തിക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസുകാർ രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്നിരിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം SDPI പിന്തുണ UDF തള്ളുന്നില്ല. വോട്ട് വ്യക്തികളാണ് തീരുമാനിക്കുന്നതെന്നും SDPIയുമായി ചർച്ച നടത്തുകയോ ധാരണ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലെന്നും VD സതീശൻ വിശദീകരിച്ചു. കനത്ത മത്സരം നടക്കുന്ന മലബാർ മണ്ഡലങ്ങളിൽ 20,000-ഓളം വോട്ടുള്ള പാർട്ടിയാണ് SDPI. ഇത് വിജയത്തിന് സഹായകരമാകുമെന്ന് UDF കണക്ക് കൂട്ടുന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പിന്തുണ പണിയാകുമോ? SDPI പിന്തുണ UDFന് ഗുണമോ ദോഷമോ? LDFന് അടിക്കാൻ വടി കിട്ടിയോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ UDFന് ഈ പിന്തുണ ഗുണം ചെയ്യുമോ? ഈ ചർച്ചയിൽ ശ്രീ ജേക്സി തോമസ് CPM, ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, ശ്രീ സന്ദീപ് വാര്യർ BJP, ശ്രീ KK അബ്ദുൾ ജബ്ബാർ SDPI സംസ്ഥാന സെക്രട്ടറി എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, ഇന്ന് VD സതീശനോട് മാധ്യമപ്രവർത്തകർ SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വോട്ട് രഹസ്യ വോട്ടാണ്, അത് തീരുമാനിക്കേണ്ടത് ഇൻഡിവിജ്വൽസ് ആണ്, ഞങ്ങൾ SDPIയുമായി ചർച്ചയൊന്നും നടത്തിയിട്ടില്ല എന്നാണ്. KPCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന MM ഹസൻ പറഞ്ഞത് എല്ലാ വോട്ടിനും ഒരേ മൂല്യമാണ് എന്നാണ്. എന്ന് വെച്ചാൽ SDPIയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുന്നു, SDPIയുടെ പിന്തുണ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ SDPIയുടെ പിന്തുണ അവരുടെ വോട്ടിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്ന് വിചാരിച്ചാലും അതുണ്ടാക്കുന്ന ചർച്ചകൾ നെഗറ്റീവ് ആകുമെന്നൊരു തോന്നൽ കോൺഗ്രസിന് ഇല്ലേ? അല്ല, തെരഞ്ഞെടുപ്പ് വന്നു, കോൺഗ്രസ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നു. ഞങ്ങൾക്ക് ആരൊക്കെ വോട്ട് ചെയ്യുന്നു എന്ന് ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി 20-ൽ 20 സീറ്റിലും വളരെ കൃത്യമായ മേധാവിത്വം തുടർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണിക്ക് പുറത്തുള്ള ഒരു കക്ഷിയുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധവും ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്നു. ആരെങ്കിലും വോട്ട് ചെയ്താൽ വോട്ട് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കക്ഷിയോട് ഞങ്ങൾ വോട്ട് ചോദിച്ച് പോയിട്ടുമില്ല. വ്യക്തികളുടെ വോട്ടാണ്. ആ വ്യക്തികളുടെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും കിട്ടിയ ഒരു സീറ്റിൽ വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ കൂടി വിജയിക്കാൻ ആവശ്യമായ മാൻഡേറ്റ് ഇത്തവണ കിട്ടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. നിജേഷ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച ഒരു രാഷ്ട്രീയ കക്ഷി നിരുപാധികമായ പിന്തുണ, ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഞങ്ങൾ എല്ലാ സീറ്റിലും UDFനെ പിന്തുണയ്ക്കുകയാണെന്ന് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറയുമ്പോൾ അതിന് രാഷ്ട്രീയമായ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തുടർചലനങ്ങളെക്കുറിച്ച് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായാൽ ഡിഫെൻഡ് ചെയ്യേണ്ട എന്നുള്ള നിലയാണോ ഇപ്പോൾ കഴിഞ്ഞ 2020-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ? അന്ന് വെൽഫെയർ പാർട്ടി ബന്ധം നിങ്ങൾക്ക് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കിയത്? കോടിയേരി ബാലകൃഷ്ണന്റെ വളരെ പ്രശസ്തമായ ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ പരാമർശമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? അല്ല, ഞങ്ങൾ അതിന്റെ റിസൾട്ടിനെ പറ്റിയല്ല വേവലാതിപ്പെടുന്നത്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് അന്ന് സഖ്യമുണ്ടാക്കിയിട്ടില്ല. ഇന്ന് SDPI പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കകത്ത് പൗരത്വ നിയമം നിരോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിരുപാധികം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് അവർ പത്രസമ്മേളനം നടത്തി പറയുന്നു. അവർ പറയുന്നതിന്റെ പിറകെ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ രാഷ്ട്രീയവും ആ രാഷ്ട്രീയവും യോജിച്ചു പോകുന്നതുമല്ല. ഞങ്ങൾ അവരോട് ഒരു തരത്തിലുള്ള ബാന്ധവത്തിനും പോയിട്ടില്ല. ഇത് SDPIയുടെ പ്രതിനിധി ഇതിനകത്തുണ്ടല്ലോ, അവർ പറയട്ടെ ഞങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി പിറകെ പോയി എന്ന്. ഇത് CPM ഇത് ഏതെങ്കിലും രീതിയിൽ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. കാരണം കേരളത്തിനകത്ത് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടാകില്ല എന്ന് പറയുന്ന സുരേന്ദ്രനും വടകരയ്ക്കകത്ത് ആ വോട്ട് ഷാഫിക്ക് എതിരായി വീഴും എന്ന് പറയുന്ന സുരേന്ദ്രനും ഒരേ പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ CPMഉം RSSഉം തമ്മിൽ ഒരു പ്രയാസവുമില്ലാത്ത ബന്ധമുണ്ട്. ആ ബന്ധത്തിന് ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഗോവിന്ദ മാഷ് പ്രസ്താവനയുമായി വന്നു. ഞങ്ങൾ അതിനെ അത്രയേ കാണുന്നുള്ളൂ. നരേന്ദ്രമോദി വന്നപ്പോൾ പിറകെ പോയി യാത്രയാക്കാൻ പോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്ന നരേന്ദ്രമോദി സ്വർണ്ണക്കടത്തുണ്ട്, വരും പോകും എന്ന് പറയുന്നു. SFIO വന്നു, ഇപ്പോ ED വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. ആ പേടിപ്പിക്കലിന്റെ ഭാഗമായി കൊടകര കുഴൽപ്പണ കേസും സുന്ദര കേസും വയനാട്ടിലെ കേസും ഒക്കെ കോംപ്രമൈസ് ആയി പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ CPMഉം RSSഉം തമ്മിൽ ബന്ധമുണ്ട്. അതിനെ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാനുള്ള കുറെ പ്രസ്താവനകൾ വേണം. ആ പ്രസ്താവനകളിലേക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയുള്ള ഒന്ന് മാത്രമാണ്. അതിനപ്പുറത്ത് ഞങ്ങൾ ഇതിന് വില കൽപ്പിക്കുന്നില്ല. ശരി, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ നറേറ്റീവുകൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നിങ്ങൾക്ക് 2021-ലും 20-ലും ഈ കാര്യത്തിൽ ഒരർത്ഥത്തിൽ തന്ത്രപരമായ പിഴവ് പറ്റി. ഈ തെരഞ്ഞെടുപ്പിലും അതിലേക്ക് തന്നെയാണോ പോകുന്നതെന്നൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം
ഇന്ന് BJPയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ വോട്ട് വാങ്ങി ആണോ അല്ലെങ്കിൽ ആ കൂട്ടർ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിയായാണോ മത്സരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള പ്രഭാവം നിങ്ങൾക്ക് നെഗറ്റീവായി ഉണ്ടാകില്ലായിരിക്കും. പക്ഷെ നോക്കൂ, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ PFIയുടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുക എന്ന് രാജ്യമെമ്പാടും മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ BJP പറയും. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പാവം അദ്ദേഹത്തിന് SDPI ഏതാണ് എന്നൊന്നും അറിയില്ലായിരിക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെയുള്ള നേതാക്കൾക്ക് അറിയാലോ. കേരളത്തിലൊരു രാഷ്ട്രീയ സംഘടന വന്ന് ഞങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ മുന്നണിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ BJPയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇന്ത്യ രാജ്യത്തേക്കുള്ള ഒരു ആഖ്യാനമായി നെറേറ്റീവായി മാറും എന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം അത് കൃത്യമാണ്. നേരത്തെ പല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും SDPIയും CPM തമ്മിൽ ബന്ധമുണ്ട്. പല മുനിസിപ്പാലിറ്റികളിലും CPMഉം RSSഉം തമ്മിൽ ബന്ധമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെയുള്ള വർഗീയ കക്ഷികളുമായിട്ട് ഒരു ഘട്ടത്തിലും സഖ്യം ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് എവിടെയും പറയാൻ സാധിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഖ്യവുമായി പോയിട്ടില്ല. സഖ്യവുമായി പോയ ആളുകൾ LDF ആണ്, ഞങ്ങൾ പോയിട്ടില്ല. ശരി, ഓക്കെ. പിന്നെ രാഹുൽ ഗാന്ധി 4,30,000 വോട്ടിന് വയനാട്ടിൽ ജയിച്ചിട്ടുണ്ട് എങ്കിൽ അത് SDPIയുടെ പിന്തുണയും കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, പണ്ടേ അതൊരു കാര്യസ്ഥൻ പറഞ്ഞു, ഞാനും മുതലാളിയും കൂടി 1,001 കൊടുത്തു എന്ന് പറയുന്നതിന് ഒരു നെറേറ്റീവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ തൽക്കാലം ആരുടെയും വോട്ടിന്റെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കാൻ SDPIയുടെ വോട്ട് വേണ്ട എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് മറ്റിടങ്ങളെ കുറിച്ചാണ്, എങ്ങനെയാണ് നെറേറ്റീവുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ അതവിടെ നിൽക്കട്ടെ. ശ്രീ ജബ്ബാർ, ഇവിടെ ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഞങ്ങൾ വർഗീയ കക്ഷികളുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കില്ല എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ SDPIയുമായി ചർച്ച നടത്തിയിട്ടില്ല, ഇനി നടത്തുകയുമില്ല, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ഒരു ധാരണയും ഞങ്ങൾക്കുണ്ടാകില്ല എന്നാണ്. വോട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് തീവ്രവാദി എന്ന് വിളി കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? അഭിലാഷേ, ഞങ്ങൾ 2009 ജൂൺ 21 മുതൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഈ സംസ്ഥാനത്ത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ മത്സരിച്ചവരാണ്. അന്ന് കേരളത്തിൽ മത്സരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ 3 മുന്നണികൾ കഴിച്ചാൽ 4ാം സ്ഥാനത്ത് വോട്ട് നേടിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാജ്യവ്യാപകമായി മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ ജാർഖണ്ഡിൽ, UPയിൽ, മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ ഇങ്ങനെ തുടങ്ങി ഞങ്ങൾ പലയിടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ പല ഇന്ത്യ മുന്നണിയിലെ പല ആളുകളുമായി ഞങ്ങൾ സഖ്യം ചേരാൻ അങ്ങോട്ട് പോയിട്ടുമുണ്ട്. നേരത്തെ തമിഴ്നാട് ഭരിച്ചിരുന്ന AIDMKയുമായി ഞങ്ങൾ തമിഴ്നാട്ടിൽ സഖ്യം ചേർന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നെല്ലെ മുഹമ്മദ് മുബാറക്ക് ഡെണ്ടിക്കൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രവർത്തക സമിതി കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഞങ്ങൾ ഗൗരവതരമായ ആലോചന നടത്തി. ആ ആലോചനയിൽ കേരളത്തിൽ 2 മുന്നണികളും, കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന 2 മുന്നണികളും ജയിച്ചാൽ ഇന്ത്യ സഖ്യത്തിലേക്കാണ് ചേരുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രായോഗികമായി നമുക്ക് പിന്തുണക്കാൻ പറ്റുന്ന മുന്നണി ഏതാണ്? അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അത് ഹസനുമായിട്ടോ സതീശനുമായിട്ടോ അതല്ലെങ്കിൽ കെ സുധാകരനുമായിട്ടോ കൂടിയാലോചന നടത്തിയിട്ട് തീരുമാനിച്ചതല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണത്. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. പിന്നെ സുരേന്ദ്രൻ പറയുന്നതിന് മറുപടി പറയാനിടെ ആർക്കെങ്കിലും കഴിയുമോ? ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ അവരുടെ പച്ചക്കൊടി പിടിച്ചതിന് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പാകിസ്ഥാനെ കൊടി പിടിച്ചാണ് പ്രചരണം നടത്തുന്നതെന്ന് പ്രചരിപ്പിക്കുന്ന, വിദ്വേഷ പ്രചരണം നടത്തുന്ന, നുണപ്രചരണം നടത്തുന്ന, വർഗീയത മാത്രം വിളമ്പുന്ന സുരേന്ദ്രൻ എന്ത് മറുപടി പറയാനാണ്? അല്ല, സുരേന്ദ്രന് മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്ന ഒരു പ്രചരണം നടത്തും. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് പിന്തുണ കൊടുക്കാനും മറ്റുള്ളവർക്ക് പ്രചരണം നടത്താനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ, അതാണ് ജനാധിപത്യം. നിങ്ങൾ എന്തുകൊണ്ട് പിന്തുണ കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. അവിടെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ശ്രീ KK അബ്ദുൽ ജബ്ബാർ ഒരു സംസ്ഥാന വ്യാപക യാത്ര മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. അതിനുശേഷം നിങ്ങൾ മത്സരിക്കുമെന്നുള്ള ഒരു മൂഡിലായിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ഒരു ഇഫ്താർ നടത്തിയപ്പോഴും അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലും മറ്റൊക്കെ മത്സരിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതിയാണ് SDPI ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഒരാഴ്ച അല്ലെങ്കിൽ പരമാവധി 2 ആഴ്ച കഴിഞ്ഞ
ഒരു വേളയിൽ ഇങ്ങനെ മത്സരിക്കേണ്ട UDF-നെ പിന്തുണച്ചാൽ മതി എന്നൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? പലയിടത്തും ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരം ഉണ്ടെന്നാണ് പ്രതീതി. വോട്ടിട്ട് കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയും, എന്നാൽ പോലും ഇഞ്ചോടിഞ്ച് മത്സരം ഉണ്ടെന്നാണ് പ്രതീതി. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങളോട് ആരും ബന്ധപ്പെടാതെ, ആരും സംസാരിക്കാതെ, ആരും ചർച്ച നടത്താതെ സ്വമേധയാ പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുകയായിരുന്നോ? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അസ്രം മൗലവി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെന്താണ്? നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നാണ്. അത് UDF-ൻ്റെ നേതാക്കളുമായിട്ടോ കോൺഗ്രസിൻ്റെ നേതാക്കളുമായിട്ടോ എന്തെങ്കിലും ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ല. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ഇവിടെ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള രണ്ട് മുന്നണിയാണല്ലോ. ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മറ്റൊന്ന് വലതുപക്ഷ ജനാധിപത്യ മുന്നണി. BJP എന്തായാലും 20 സീറ്റിലും ഒന്നിൽ പോലും ജയിക്കാനുള്ള ഒരു സാധ്യതയും കേരളത്തിലില്ല. ഈ രണ്ട് മുന്നണികൾ മത്സരിക്കുന്ന ഒരിടത്ത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ CPIM എന്ന ഇവിടെ മത്സരിക്കുന്ന പ്രധാന രാഷ്ട്രീയ കക്ഷി ഏത് മുന്നണിയിലാണ്? കോൺഗ്രസ് ഉൾപ്പെടുന്ന അവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. രാജസ്ഥാനിൽ CPM അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജ്യവ്യാപകമായി ഇന്ത്യ മുന്നണിയെ പിന്തുണക്കണ്ടേ? അപ്പോൾ ശരി, ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഈ തരത്തിൽ പിന്തുണ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കെതിരെയാണ്. ഡിണ്ടിഗലിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ, CPM-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് SDPI മത്സരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണിയോട് കേരളത്തിൽ മാത്രം സ്നേഹം മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ കേന്ദ്ര നേതൃത്വം? തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതൊരു പ്രധാനപ്പെട്ട മത്സരമാണ്. നേരത്തെ പലതവണ AIDMK ജയിച്ച ഡിണ്ടിക്കൽ മണ്ഡലത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി AIDMKയുടെ സ്ഥാനാർത്ഥിയായ നെല്ലെ മുഹമ്മദ് മുബാറക്കും CPIM-ൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പാണത്. അവിടെ ജയിച്ചാൽ ഞങ്ങൾ പാർലമെന്റ് അംഗമാവുകയാണ്. അവിടെ വോട്ടിന് വേണ്ടി 10,000-ഓ 20,000 വോട്ടിന് വേണ്ടിയല്ല മത്സരിക്കുന്നത്, ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ആ മത്സരത്തിന് പ്രസക്തിയുണ്ട്. പിന്നെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ BJPക്ക് ജയസാധ്യതയുള്ള ഒരിടത്ത് ഞങ്ങൾ മത്സരിക്കുന്നില്ല. ശരി, ഓക്കെ, അതാണല്ലോ പോയിന്റ്. ഞാൻ മടങ്ങി. പക്ഷേ സന്ദീപ് വാര്യർ, ഇപ്പോൾ SDPI 2009 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ പല തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർക്ക് 103 ജനപ്രതിനിധികൾ ആകെ കേരളത്തിലുണ്ട്. 2014 മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് മത്സരിച്ചപ്പോലും ഈ കണ്ണൂർ പോലെയുള്ള, വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ 15,508, 19,170 പോലെയുള്ള വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് SDPI. എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ള മത്സരം നടക്കുന്ന കണ്ണൂർ, വടകര മണ്ഡലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആകാൻ പോലും കെൽപ്പുള്ള പാർട്ടിയാണ് SDPI. അതുകൊണ്ട് ഈ പിന്തുണ കൊടുക്കുക, പിന്തുണ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വെറും എന്താ പറയുക, സംവാദത്തിന്റെ തലത്തിൽ മാത്രം കണ്ടുകൂടാ. അതുകൊണ്ട് ഗുണമുണ്ടാകും, ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ ചില മണ്ഡലങ്ങളിലെങ്കിലും. അല്ല, കോൺഗ്രസ് ഗുണമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണല്ലോ ഒരു അണ്ടർ ദ ടേബിൾ ഡീൽ പോപ്പുലർ ഫ്രണ്ടുമായി നടത്തിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വാങ്ങാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും കർണാടകയിലുമൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വാങ്ങാൻ അവർ ഇത്തരത്തിലുള്ള ചില ഡീലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടുള്ള സംഗതിയൊന്നുമല്ല. കർണാടകയിൽ നേരത്തെ തന്നെ 2018 സമയത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ഇത്തരത്തിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടും SDPIയും തമ്മിൽ എന്താ മാറ്റമുള്ളത്? ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നസറുദ്ദീൻ എളമരം, അയാൾ SDPIയുടെ സ്ഥാനത്തായിട്ട് മത്സരിച്ചിട്ടുള്ള ആളല്ലേ? ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. SDPI എന്നാലും പോപ്പുലർ ഫ്രണ്ട് എന്നാലും ഒന്ന് തന്നെയാണ്. SDPI ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവരുടെ നിരോധന കാര്യത്തിൽ ഇനീഷ്യേറ്റ് എടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് മാത്രം ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ പറ്റുകയാണ് SDPIയുടെ പ്രതിനിധിക്ക്. അല്ലെങ്കിൽ തിഹാർ ജയിലിൽ കിടക്കേണ്ട മുതലുകളാണ്, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇവരെ എല്ലാവരെയും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുകയും ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തി വരികയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഇവരുടെ ഇവരുടെ നിരോധനം ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളിലുമായിട്ട് ഏജൻസികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ SDPI പോലെയുള്ള മതഭീകരവാദി സംഘടനകളെ വോട്ട് വാങ്ങുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഇരുന്നിട്ട് അതിനെ വല്ലാതെ ന്യായീകരിക്കുകയാണ്. എന്താ പറയുന്നത്? വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്നാണ് പറയുന്നത്. ഈ കാര്യം ചുരുങ്ങിയ പക്ഷം ആ ചാവക്കാട്ടെ പുന്ന നൌഷാദിൻ്റെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും ഒന്ന് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമോ? കോൺഗ്രസിൻ്റെ സതീശനടക്കമുള്ളവർ പുന്ന നൌഷാദ് കൊല്ലപ്പെട്ടപ്പോൾ പൂങ്കണ്ണീരൊഴുക്കിയതാണല്ലോ. കാസർകോട്ടെ ബാലകൃഷ്ണന്റെ കുടുംബത്തെ, യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്ന ബാലകൃഷ്ണന്റെ കുടുംബത്തെ മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചതിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ കൊല ചെയ്തിട്ടുള്ള ബാലകൃഷ്ണന്റെ കുടുംബത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? പുന്ന നൌഷാദിന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? അപ്പം മതഭീകരവാദികളുടെ വോട്ട് തേടിയിട്ടായാലും വേണ്ടില്ല, മതഭീകരവാദികളുടെ വോട്ട് വാങ്ങിയിട്ടായാലും വേണ്ടില്ല,
എങ്ങനെയെങ്കിലും ഇലക്ഷനിൽ ജയിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. രാഹുൽ ഗാന്ധിയുടെ നില 2019 നിലയൊന്നുമല്ല. 2019 ഈ മാധ്യമങ്ങളൊക്കെ പാടെ ഇതാ ഭാവി പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു വ്യാജ നറേറ്റീവ് ബിൽഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറെ നിഷ്കളങ്കരായിട്ടുള്ള വയനാട്ടുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറാൻ പോവുകയാണ്. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. പക്ഷേ അഭിലാഷ് ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി ചെറുതായിട്ടൊന്ന് ട്രോൾ ചെയ്ത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് SDPI എന്താണെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രധാനപ്പെട്ട നേതാവിന് പോപ്പുലർ ഫ്രണ്ട് എന്താണ്, SDPI എന്താണ് എന്ന് അറിയില്ല എന്ന് മാതൃഭൂമിയുടെ ആങ്കറായിട്ടുള്ള അഭിലാഷ് പറയുമ്പോൾ അതിലുള്ള കളിയാക്കൽ, അതിലുള്ള രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഇമ്മെച്യൂരിറ്റിയെ കുറിച്ച് അഭിലാഷിന്റെ അഭിപ്രായം, ഇതൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അല്ല, അഭിലാഷ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അല്ല, SDPI കേരളത്തിലൊക്കെ ആണല്ലോ പ്രധാനമായുള്ളത്. പിന്നെ കുറച്ച് തമിഴ്നാട്ടിലും പോപ്പുലർ ഫ്രണ്ട് കർണാടകയിലുണ്ട്. രാഹുൽ ഗാന്ധി അത്ര കാര്യമായി SDPI എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സംശയം പ്രകടിപ്പിച്ചതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ അറിയായിരിക്കും. SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ലുക്കിൽ മനസ്സിലായിക്കൊള്ളുന്നില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് ഇമ്മെച്യൂരിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഒട്ടും മനസ്സിലാവില്ല. കാരണം അല്ല, ഞാൻ അഭിലാഷിന്റെ പരാമർശത്തോട് യോജിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരുത്തനാണ് രാഹുൽ ഗാന്ധി. ഞാൻ യോജിക്കുകയാണ്. അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ബാനൊക്കെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്. കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധം കോൺഗ്രസുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു, വിവാദമായിട്ടുള്ളതാണ്. ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇമ്മെച്യൂരിറ്റി ആണെന്നുള്ളത് എൻ്റെ അഭിപ്രായം. അത് സ്വാഭാവികം മാത്രമാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ അഭിലാഷ് പറയുകയാണെങ്കിൽ നമുക്കത് മുഖവരിക്കെടുക്കാം. ഇനി ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇതുപോലെയുള്ള മതഭീകരവാദികളുമായി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായും കാലങ്ങളായിട്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി സന്ധി ചെയ്തിട്ടുള്ളവരാണ് കോൺഗ്രസ്സുകാർ. പഞ്ചാബിൽ ഖാലിസ്ഥാനി തീവ്രവാദികളുമായിട്ട് ഭിന്ദ്രൻ വാലിയുമായി സന്ധി ചെയ്തിട്ടില്ലേ കോൺഗ്രസ്? അതിന്റെ ദുരന്തഫലം രാജ്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? LTTയുമായി ഇവർ സന്ധി ചെയ്തിട്ടില്ലേ? അതിന്റെ ദുരന്തഫലം രാജ്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? അപ്പൊ ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി സന്ധി ചെയ്തിട്ട് 4 വോട്ട് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർക്ക് മടിയില്ല. ഒരു കാര്യം കൂടി പറയാം. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് കോൺഗ്രസ് ആരോപിച്ച DMKയുമായി സന്ധി ചെയ്യാൻ അവർക്ക് ഒരു തടസ്സവും ഇല്ല. രാജീവ് ഗാന്ധിയെ കൊല ചെയ്തിട്ടുള്ള കൊലയാളികളെ വിട്ടയക്കാൻ വേണ്ടി സോണിയാഗാന്ധി തന്നെയാണ് ആവശ്യപ്പെടുന്നത്, പ്രിയങ്ക തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത്തരം രാജ്യത്തിനെതിരായിട്ട് ഒരു മുൻ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ സേനയിലെ നിരവധി ആളുകളെയും ഒക്കെ കൊല ചെയ്തിട്ടുള്ള ഒരു തീവ്രവാദ കേസിലെ പ്രതികളെ വെറുതെ വിടാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതും ഇതിലപ്പുറവും സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. കോൺഗ്രസ്, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. കോൺഗ്രസിന്റെ മതേതര നിലപാടിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന കേരളത്തിൽ, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഹിന്ദു വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും വലിയ ആശങ്കയിലാണ്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്താൽ പകരം കിട്ടാൻ പോകുന്നത് എന്താണ്? അവരുടെ വീട്ടിൽ കുന്തിരിക്കം വാങ്ങി വെക്കേണ്ടി വരും. പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് ഈ ഭീകരവാദികളെത്തും, വെല്ലുവിളിയുമായിട്ടെത്തും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, ജോസഫ് മാഷിന്റെ അനുഭവം വീണ്ടും ഉണ്ടാകും. ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തെയും ഹിന്ദു വിഭാഗത്തെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലാണ്. ഇതൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കും. ശരി, ഓക്കെ. അങ്ങനെയുള്ള ഒരു ആരോപണമാണ് BJP കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. കോൺഗ്രസ് അതിന് മറുപടി പറയും. അതിനു മുൻപ് ശ്രീ ജേക്സി തോമസ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയ വിജയത്തിന് പിന്നിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അതിനനുഗുണമായ സ്ഥിതിവിശേഷം അക്കാലത്ത് ഉണ്ടാകുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇത് BJP അധികാരത്തിൽ നിന്ന് മാറ്റുന്ന തെരഞ്ഞെടുപ്പാണ്. അതിന് കോൺഗ്രസ് വരണം എന്നുള്ള നിലയിലുള്ള വലിയ തോതിലുള്ള വോട്ട് ഏകീകരണം പല കേന്ദ്രങ്ങളിലും ഉണ്ടായി. അത് നിങ്ങൾക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കി. അതിനെ മറികടക്കാൻ വേണ്ടി എത്രയോ കാലമായി, കഴിഞ്ഞ കുറേ മാസങ്ങളായി കൃത്യമായി എഞ്ചിനീയർ ചെയ്ത് കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ പൗരത്വ നിയമം ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമ്മേളനങ്ങൾ നടക്കുന്നു, സ്ഥാനാർത്ഥിമാരുടെ നൈറ്റ് മാർച്ച് നടത്തുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് 2 കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ കുറ്റവാളികളെ അല്ലെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ആളുകളെ വെറുതെ വിട്ടു. രണ്ടാമത്തേത് ഇപ്പോൾ SDPIയുടെ പിന്തുണ. SDPIയുടെ പിന്തുണ എന്ന് പറയുമ്പോൾ SDPI 10 കൊല്ലം മുമ്പ് പോലും വളരെ നമ്മുടെ ഈ ബാറ്റിൽ ഗ്രൗണ്ട് മണ്ഡലങ്ങളിൽ 15,000 20,000 വോട്ട് വാങ്ങിയിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ പിന്തുണ എന്ന് പറയുമ്പോൾ അവർക്ക് കുറേ കേഡർ വോട്ടുകളുണ്ട്. അവരൊരു അറിയാലോ, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് കേഡർ വോട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾ എന്താണോ ഭയപ്പെട്ടിരുന്നത് അതേ ന്യൂനപക്ഷ വോട്ട് ഏകീകരണത്തിനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങുകയാണ്. അതിൽ ഒരു ഘടകമായി SDPI വോട്ടും വർദ്ധിക്കും. തീർച്ചയായിട്ടും അങ്ങിവിടെ സൂചിപ്പിച്ചത്, അങ്ങയുടെ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം, ഇത്തരത്തിൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സവിശേഷകരമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടേകീകരണത്തിനായി എന്തോ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ, CPIഎമ്മിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഒരു കാലാവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ SDPI എന്ന ലക്ഷണമൊത്ത ഇന്ത്യയിലെ മതതീവ്രവാദ പ്രസ്ഥാനം
കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അത്ര വിശാലമായ അർത്ഥത്തിലുള്ള വോട്ട് വിഹിതം ഇനിയും നിങ്ങൾക്ക് കിട്ടുമോ? ഇതാണത് അങ്ങയുടെ ചോദ്യത്തിന്റെ രത്ന ചുരുക്കം. ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് തന്നെ വരാം. പക്ഷേ ബാക്കി എല്ലാ പ്രതിനിധികളുടെയും വാദം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ബഹുമാന്യനായ BJP രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യൻ അങ്ങയുടെ ചില ചോദ്യങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളും പറഞ്ഞു. പക്ഷെ പറഞ്ഞു വരവേ അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ്? അങ്ങ് എന്തോ ഒരു പൊളിറ്റിക്കൽ ട്രോൾ നമ്മുടെ വയനാട് MP നേരെ നടത്തി. ആ വയനാട് MP നേരെ നടത്തിയ പൊളിറ്റിക്കൽ ട്രോളിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വിശകലനം ചെയ്യവേ ചുക്കും ചുണ്ണാമ്പും അറിയാത്തവൻ എന്നൊരു വാചകത്തോട് കൂടിയിട്ടാണ്. ഞങ്ങൾ ഈ കേരളത്തിൽ കോൺഗ്രസിനെ അതിശക്തമായി എതിർത്തുകൊണ്ടാണ് 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. വയനാട് MP-യോടക്കം ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത രാഷ്ട്രീയ വിയോജിപ്പുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ദുർബലതയെ, അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെ, അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ പൊള്ളത്തരങ്ങളെ, വർഗീയതയ്ക്ക് കീഴടങ്ങാൻ സാധ്യതയുള്ള മൃദുവർഗീയ സമീപനങ്ങളെ ഒക്കെ വിമർശിക്കാറുണ്ട്. പക്ഷെ നമ്മളുടേതുപോലെ ഒരു ചാനൽ 4-ൽ വന്നിരുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സംവാദ മുറിയിൽ വന്നിരുന്ന എതിർ രാഷ്ട്രീയത്തിൽ പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാളെ, ആദരണീയനായ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ? അങ്ങ് വിമർശിച്ചത്, അങ്ങ് അവനെന്ന് വിളിച്ചത്, അപഹസിച്ചതും പരിഹസിച്ചതും ഞങ്ങളുടെ നേതാവിനെയല്ല, ഞങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന്റെയും അതിന്റെ ഇന്ത്യൻ പ്രതീകമായ ഒരു നേതാവിനെയുമാണ്. പക്ഷേ അത് മര്യാദയുള്ളതാണോ എന്ന് ആദരണീയനായ BJP പ്രതിനിധി അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പരിശോധിച്ച് പറയേണ്ടതാണ്. പിന്നെ അദ്ദേഹം തിരിച്ചു പറയവേ വിശകലനം ചെയ്യുക പിന്നീട് പറഞ്ഞ കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിച്ചു കൊള്ളണം. പാലാ ബിഷപ്പ് ഹൗസിലെ ബിഷപ്പും അവിടുത്തെ ക്രിസ്തുമത വിശ്വാസികളും മധ്യ കേരളത്തിലെയും മറ്റിടങ്ങളിലെയും ആളുകളും ഒക്കെ നല്ലവണ്ണം ഓർത്തു കൊള്ളണം. ഈ മലരും കുന്തിരിക്കവും മറ്റുമൊക്കെ എടുത്ത് ഈ സംഘം ഇങ്ങ് വരാൻ പോകുകയാണ്. അതായത് ലക്ഷണമൊത്ത ഇസ്ലാമിക വിരുദ്ധത, SDPI വിരുദ്ധത പറയുന്നതിന് പകരം ആ ഒരു പ്രസ്ഥാനത്തിന്റെ മറവിൽ കേരളത്തെ മുസ്ലിങ്ങളെ ആകെ ഭീകരവാദികളായി ചാപ്പ കുത്താനുള്ള തുക്കട ശ്രമം ഈ ചർച്ചയിലെ അവസരത്തിൽ BJP പ്രതിനിധി നടത്തുകയാണ്. ഇത് ഇപ്പോഴുള്ളതല്ല, ഇത് ലാൽകൃഷ്ണ അദ്വാനിയുടെ കാലം മുതലുള്ളതാണ്. എവരി ഇസ്ലാം ഇസ് നോട്ട് എ ടെററിസ്റ്റ് ബട്ട് എവറി ടെററിസ്റ്റ് ഈസ് ആൻ ഇസ്ലാം. ഇതായിരുന്നു ഇവരുടെ പ്രചരണം. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ നിങ്ങൾ പരിശോധിക്കുക, എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന അറപ്പുളവാക്കുന്ന വർഗീയ വിഷം കേരളത്തിലും ഇന്ത്യയിലും പ്രചരിപ്പിച്ചത് ഇക്കൂട്ടരാണ്. അതിന്റെ ഇപ്പോഴത്തെ പതിപ്പാണ് നമ്മൾ ഈ ചർച്ചയിൽ കേട്ടുകൊണ്ടിരുന്നത്. ഇവരെന്താ പറയുന്നത്? അങ്ങ് ക്രിസ്തുമത സ്നേഹം പറയുന്നു. നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയ സമീപ ദിവസങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കണോ? ഞാൻ ഉത്തരേന്ത്യയിലേക്കൊന്നും പോകുന്നില്ല. അങ്ങേക്കറിയുമോ BJP പ്രതിനിധി കോഴിക്കോട് ഒളവണ്ണ? അങ്ങ് മറക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ മറന്നിട്ടില്ല. സിസ്റ്റർ കുസുമം മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകയായിരുന്നു. ആദരണീയായ മദർ തെരേസയുടെ പിൻഗാമി അടിച്ച് തലയോട് തകർത്ത് കോഴിക്കോട് ആശുപത്രിയിലാക്കി. ആ ഉളവണ്ണയിലേക്ക് ആരാ സിസ്റ്റർ കുസുമത്തെയും മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസിനിമാരെയും അടിച്ച് തല തകർത്ത് ആശുപത്രിയിലാക്കിയത്? BJP പ്രതിനിധി, അങ്ങയുടെ പിൻഗാമികൾ, അങ്ങയുടെ സഹയാത്രികർ, അങ്ങയുടെ BJP നേതൃത്വം, RSSന്റെ പ്രചാരകർ. ഇവിടെ സുവിശേഷ പ്രഘോഷണത്തിന് വന്നവരല്ല, മദർ തെരേസയുടെ പിൻഗാമികളെ തലയോട് തകർത്ത് അടിച്ച് ആശുപത്രിയിലാക്കിയ നിങ്ങളാണോ ഇവിടെ വന്നിരുന്നത് ക്രിസ്ത്യൻ പ്രേമം പറയുന്നത്? മണിപ്പൂരിൽ നഗ്നരാക്കി പെൺകുട്ടികളെ കയ്യാമം വെച്ച് പള്ളി തകർത്ത്, മിഷണറിമാരുടെ ആരാധനാലയം തകർത്ത്, കന്യാസ്ത്രീകളുടെ മഠം തകർത്ത്, ബിഷപ്പുമാരുടെ ആരാധനാ കേന്ദ്രങ്ങൾ തകർത്ത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വംശഹത്യക്ക് നേതൃത്വം നൽകിയ നിങ്ങളാണോ കേരളത്തിൽ വന്നിട്ട് ക്രിസ്ത്യൻ സ്നേഹത്തെ സംബന്ധിച്ച് പറയുന്നത്? ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 പിഞ്ചുകുട്ടികളെയും, ഒരാളുടെ പേര് ഫിലിപ്പ്, ഒരാളുടെ പേര് തിമോത്തി, ഒരാളുടെ പ്രായം 7 വയസ്സ്, ഒരാളുടെ പേര് 3 വയസ്സ്, ജീപ്പിൽ ഉറങ്ങിക്കിടക്കവേ പെട്രോൾ ഒഴിച്ചും കച്ചിയിട്ടും കത്തിച്ച് കൊന്നുകളഞ്ഞു. ആരായിരുന്നു ആ നരാധമനെ കേന്ദ്രമന്ത്രിസഭയുടെയും കേന്ദ്ര മന്ത്രിസഭാ അധികാരത്തിന്റെയും ഭാഗമാക്കി? ആരായിരുന്നു? അങ്ങ് തന്നെ, അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ സംഘപരിവാരം, ഇന്ത്യയിലെ RSS, പത്തനംതിട്ട പന്തളത്ത് പറന്തലിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഇപ്പോ കുറച്ച് മാസങ്ങൾക്ക് പിറകിൽ ആരാധനയ്ക്കായി ഒരു സ്ഥലമെടുത്തു. RSSന്റെ ത്രികോണാകൃതിയിലുള്ള കാവിപ്പതാക അവിടെ കൊണ്ട് കുത്തിവെച്ചു. ഇവിടെ ആരാധിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് വന്നിറങ്ങിയ മനുഷ്യന്റെ പേര് പിണറായി വിജയൻ. ഈ പരിപാടി ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. ആത്മവിശ്വാസത്തോടുകൂടെ അവർ സ്വീകരിച്ചു. ഇവിടെ മാരാമൺ കൺവെൻഷൻ നടത്തില്ല എന്ന് 994 ശേഷം പ്രഖ്യാപിച്ചത് ആരാ? ശശികലയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ പ്രഖ്യാപനം നടത്തിയ വിദേശ മിഷണറിമാർ കേരളത്തിൽ കാലുകുത്തിയാൽ കാല് വെട്ടുമെന്ന് പറഞ്ഞവരാരാ? നിങ്ങളല്ലേ? RSS അല്ലേ? നിലയ്ക്കലിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരാരാ? നിങ്ങളല്ലേ? RSS അല്ലേ? എന്നിട്ട് വന്നിരുന്ന് ഇവിടെ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ, ഇസ്ലാമിക വിരുദ്ധത പ്രചരിപ്പിക്കാൻ, SDPയെ തള്ളി പറയുന്നതിന് പകരം ഒരു സമുദായത്തെ ആകെ ക്രിസ്ത്യൻ വിരുദ്ധർ, ഹിന്ദു വിരുദ്ധർ എന്നാക്കി ഇവിടെ കലാപം ഉണ്ടാക്കാൻ, കലുഷിതമാക്കി അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ചരിത്ര വസ്തുതകളാണ് പറഞ്ഞത്. ഇതൊന്നും കേരളത്തിന്റെ മതനിരപേക്ഷ പൊതുവധം മറന്നിട്ടില്ല. അങ്ങ് ഓർമ്മയിലിരിക്കട്ടെ. ഒറ്റ വാചകത്തിൽ ആങ്കറുടെ ചോദ്യത്തോളം മറുപടി അവസാനിപ്പിക്കാം.
ഞങ്ങൾ ഗസയ്ക്ക് വേണ്ടി സമരം ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ മണിപ്പൂരിന് വേണ്ടി സമരം ഇറങ്ങിയിട്ടുണ്ട്. അക്രമം ഏറ്റുവാങ്ങേണ്ട വരുന്ന മനുഷ്യർ ഒളവണ്ണയിലായാലും ഗസയിലായാലും മണിപ്പൂരിലായാലും അവരോടൊപ്പം ഞങ്ങളും ഉണ്ടെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് അല്ല. NV കൃഷ്ണമാര്യരുടെ കവിതയുണ്ടല്ലോ, ആഫ്രിക്കൻ അടിമയുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോഴും ഇവിടെ എന്റെ പുറം പൊളിയുന്നു. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാ. അത് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും പഞ്ചായത്തിൽ തോറ്റാലും പാർലമെന്റിൽ തോറ്റാലും ഞങ്ങൾ ഇനിയും ഒളവണ്ണയ്ക്കും ഗസയ്ക്കും മണിപ്പൂരിനും വേണ്ടി ശബ്ദം ഇറങ്ങും, നൊന്ത് തല്ലി സമരം ഇറങ്ങും. അത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാ. ശരി, ഓക്കെ. ശ്രീ നിജേഷ് അരവിന്ദ്, ഈ SDPI വോട്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂർധന്യത്തിൽ വലിയ തോതിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. SDPI സ്വദേശപരമായി അവരുടെ നിലപാടിന്റെ ഭാഗമായി UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതാകാം, അങ്ങനെ അല്ലെന്നല്ല. പക്ഷേ അത് ഉണ്ടാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ധ്രുവീകരണത്തിന് അന്തരീക്ഷമാണ്. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ പ്രചരണ വേദികളിൽ നിന്ന് ഉയരാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. SDPIയുടെ വോട്ട് കൊണ്ടല്ലേ നിങ്ങൾ ജയിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ഫീൽഡ് ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ വേണമെന്നില്ലല്ലോ. ഒന്ന്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേവലമായൊരു കേരളം എന്നല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി രണ്ട്, BJPയുടെ പ്രതിനിധിയോട് പേരിൻ്റെ പിറകിൽ ഒരു വാലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ വാലുള്ള ആളുകളുടെ മുഴുവൻ സംസ്കാരവും താങ്കൾക്കുണ്ട് എന്ന് താങ്കളുടെ ഭാഷ നേരെ തിരിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പേരിൻ്റെ പിറകിൽ ആ വാല് വെച്ച ആളുകളെ ദയവ് ചെയ്ത് അപമാനിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സന്ദീപ് വാര്യർ ഭാര്യയുണ്ടോ എന്നെനിക്കറിയില്ല, അമ്മയുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ആ അമ്മ 10-40 കൊല്ലം മുമ്പ് നിറഗർഭിണിയായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ നിറഗർഭിണിയായിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുക, ഗുജറാത്തിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ ബിൽക്കീസ് ബാനു എന്ന നിറഗർഭിണിയെ തൃശൂലം കൊണ്ട് കുത്തി ആ കുട്ടിയെ എടുത്ത് കൊന്ന് ബലാത്സംഗം ചെയ്ത പ്രതികളെ ജയിലിൽ നിന്ന് വിട്ടയച്ച നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ ഗവൺമെന്റും ദയവ് ചെയ്ത് ഭീകരതയുടെ സംസ്കാരം പറയരുത്. നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു. പ്രിയപ്പെട്ട വാര്യരെ, ഇന്ന് മണിപ്പൂരിലെ 1 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പിലാ. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ഗവൺമെന്റ് കൊടുത്ത ആയുധം AK-47 അടക്കം എടുത്തുകൊണ്ട് തുരുതുരാ വെടിവെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്ന് വീടില്ലാതെ ഓടിപ്പോയി കിടക്കുന്ന ആളുകളുടെ കൂടാരമാണ് ദുരിതാശ്വാസ ക്യാമ്പ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വീട് അരമന കയറി ഇറങ്ങുന്ന ജാവദേക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാനാ ഞാനത് പറഞ്ഞത്. ആ മണിപ്പൂരിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൊന്ന് ഇവിടെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞുള്ള ആ നെറേറ്റീവും വില പോവില്ല. പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭീകരവാദത്തെ പറ്റി പറയാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാൻ എന്ത് അവകാശമാണ്, എന്ത് അർഹതയാണ് വാര്യരുള്ളത്? നിങ്ങൾ ഏത് കാലത്താ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തത്? ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മുന്നണി പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളിയായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 47 ഓഗസ്റ്റ് 15 ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാര് കാവി കോണക പതാക ഉയർത്തിയ ആളുകളാ. അവരാ ഞങ്ങളെ ദേശീയത പഠിപ്പിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഏത് പോരാട്ടത്തിലാണ് നിങ്ങളുള്ളത്? എന്നാ നിങ്ങൾ ദേശീയ പതാക ഉയർത്തിയത്? നിങ്ങൾ വലിയ കാര്യം പറയുന്നുണ്ടോ? എന്താ നിങ്ങൾ ദേശീയ പതാക കണ്ടത്? ഈ വാജ്പേയി ഭരിക്കുന്ന കാലത്താ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ദേശീയ പതാക ഉയർത്തിയത്. നീണ്ട കാലം ദേശീയ പതാക ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് ദേശീയതയുടെ കണക്കൊന്നും പറയണ്ട. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള ആളുകളാ. നിങ്ങൾ കൊന്ന ഗാന്ധി മുതൽ ഇങ്ങോട്ട്, ശ്രീമതി ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട്, രാജീവ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് ഭീകരവാദം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവാമെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുന്നത് വിട്ടുവീഴ്ചകൾ കൊണ്ടാ. വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പോ ജയിക്കിന്റെ പാർട്ടിക്ക് രാജസ്ഥാനിൽ കോൺഗ്രസ് നേരത്തെ ജയിച്ച 6 സീറ്റ് കൊടുത്തു. ബംഗാളിൽ 12% മാത്രമുള്ള മുർഷിദാബാദിൽ 12%മാണ് CPM-ന്റെ വോട്ട്. അവർ 4ാം സ്ഥാനത്തായിരുന്നു. ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയാക്കി, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കി അവിടെയുള്ള മുഹമ്മദ് സലീമിനെ പാർട്ടി സെക്രട്ടറിയെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? അത് സന്ദീപ് വാര്യരുടെ പാർട്ടി ഈ രാജ്യത്തെ വിറ്റുകൊണ്ടിരിക്കുന്നു. ഇലക്ടറൽ ബോണ്ടിന്റെ പേരിൽ ആയിരക്കണക്കിന് കോടി രൂപ കട്ട് മുടിച്ച് ഈ കോവിഡ് കാലത്ത് വ്യാജ മരുന്ന് ഉൽപ്പിച്ച ഹെട്രോ ലാബ്സിനെ പോലെ, സിപ്ല പോലെയുള്ള, ഹൈറോൺ ഹെൽത്ത് കെയർ പോലെയുള്ള കമ്പനികൾ, അവരെ പൂട്ടിച്ച കമ്പനികൾ, അവരോട് ഇലക്ടറൽ ബോണ്ട് വാങ്ങി ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ആരോഗ്യം പോലും
ആ മനുഷ്യ ശരീരത്തിന്റെ ജീവൻ പോലും വിറ്റ് അതിന്റെ നീര് പിഴിഞ്ഞെടുക്കുന്ന BJPക്കെതിരാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുന്ന BJPക്കെതിരാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ ജനപ്രതിനിധികളെ വിലക്കി വെച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തു വാങ്ങുന്ന BJPക്കെതിരാണ് ഞങ്ങൾ. ആ BJPക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ ഒന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ആര് ചർച്ച നടത്തിയിട്ടും കാര്യമില്ല, ആര് പിന്തുണച്ചിട്ടും കാര്യമില്ല. ഞങ്ങൾക്ക് ക്ലിയർ ആണ് ഞങ്ങളുടെ പൊളിറ്റിക്സ്. അത് മതേതര ഇന്ത്യ എന്ന പൊളിറ്റിക്സ് ആണ്. ഞങ്ങൾ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ടേ സന്ദീപിനെയും മറ്റുള്ളവരെയും ഒക്കെ കാണുന്നുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്തേക്കട്ടെ. കോൺഗ്രസിന്റെ പ്രകടന പത്രിക നോക്കി അവർ വോട്ട് ചെയ്യട്ടെ. കോൺഗ്രസിന്റെ നേതാക്കളെ നോക്കി അവർ വോട്ട് ചെയ്യട്ടെ. അവർ വോട്ട് ചെയ്ത് ജയിക്കട്ടെ. ശരി, ഓക്കെ. ശ്രീ കെ അബ്ദുൽ ജബ്ബാർ, ഒന്ന്, ഇപ്പോൾ LDF ജയിച്ചാലും UDF ജയിച്ചാലും രണ്ട് കൂട്ടരുടെയും MP-മാർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഡൽഹിയിൽ അവരെടുക്കുന്ന നിലപാട് എന്ത് എന്നുള്ള കാര്യത്തിൽ തർക്കമോ സംശയവുമില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു മുന്നണിയോട് അതിൽ മാത്രം ചേരാൻ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഇപ്പോൾ UDFന് 20 മണ്ഡലങ്ങളിലും നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ 20 മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് സംഘടനാ സംവിധാനം ഉണ്ടല്ലോ. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണമോ, സ്വന്തം നിലയ്ക്കുള്ള പ്രചരണമോ, അല്ലെങ്കിൽ നിലവിലെ UDF പ്രചരണത്തിൽ പങ്കാളികളാകുന്ന പ്രവർത്തനമോ നടത്തുമോ? ആദ്യമായിട്ട് സന്ദീപ് വാര്യരോട് മറുപടി പറയാനുണ്ട്. സന്ദീപ് വാര്യർ പന്നിപ്പടക്കം പൊട്ടിയിട്ട് പാലക്കാട് ജില്ലയിൽ ഒരു ആന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താന്ന് പറഞ്ഞതിനൊരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച മഹാനാണ് ഈ സന്ദീപ് വാര്യർ. അദ്ദേഹം ഇപ്പോൾ പേടിപ്പിക്കുകയാണ്. നിരോധിക്കും, ജയിലിലടക്കും, തീഹാർ ജയിലിലടക്കും, ED വരും, അന്വേഷണം വരും, UAPA ചാർത്തും. 2014 മുമ്പ് ലക്ഷണമൊത്ത ഭീകര പ്രവർത്തനം നടത്തി അധികാരത്തിൽ കയറിയ ആളുകൾ ഇന്ന് EDയെ കാണിച്ച്, അന്വേഷണ ഏജൻസിയെ കാണിച്ച്, ജയിൽ കാണിച്ച്, നിരോധനം കാണിച്ച് ഭയപ്പെടുത്തുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല. 2 മുഖ്യമന്ത്രിമാർ ജയിലിലടച്ചിരിക്കുന്നു, രാജ്യസഭാംഗത്തെ ജയിലിലടച്ചിരിക്കുന്നു. ദില്ലിയിലെ 2 മന്ത്രിമാർ നേരത്തെ ജയിലിലാണ്, അടുത്ത 3 മന്ത്രിമാർ ജയിലിൽ അടക്കാൻ പോകുന്നു. ഇനി ഈ തീവ്രവാദ ഭീകരവാദ ആരോപണം ഞങ്ങൾക്ക് നേരെ മാത്രമാണോ? BJPയുടെ നാഷണൽ സെക്രട്ടറിയാണ് അനിൽ ആൻ്റണി. അദ്ദേഹം മിനിഞ്ഞാന്ന് പത്രക്കാരോട് പറഞ്ഞെന്താണ്? കോൺഗ്രസ് രാജ്യവിരുദ്ധ സംഘടനയാണെന്നാണ് പറഞ്ഞത്. ആ ആൻ്റണിയുടെ മകനാണ് പറയുന്നത് 55 വർഷം നാട് ഭരിച്ച കോൺഗ്രസ് രാജ്യവിരുദ്ധ സംഘടനയാണെന്ന് പറയുന്നത് ആരാണ്? അവരുടെ നാഷണൽ സെക്രട്ടറിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഭീകരവാദ ആരോപണം, തീവ്രവാദ ആരോപണം, വർഗീയ ആരോപണം ഉന്നയിക്കാൻ ഒരർഹതയുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ലക്ഷണമൊത്ത ഭീകരവാദ പ്രവർത്തനം നടത്തി മാത്രം അധികാരത്തിൽ കയറിയവരാണ് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് UDFനെ മാത്രം പിന്തുണക്കുന്നതാണ്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഏറ്റവും പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ LDFനെ പച്ചയ്ക്ക് പിന്തുണക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ മുതൽ ഇതുവരെ ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങൾ പോലീസ് സംവിധാനത്തിൽ തുടരെ ഉണ്ടാവുകയാണ്. AKG സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ പിണറായി എന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നോ അല്ല, മാരാർജി ഭവനിൽ നിന്ന് നിയന്ത്രിക്കുന്ന പോലീസ് സംവിധാനമാണ്. 1-2 ഉദാഹരണം പറഞ്ഞു തരാം. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈരാറ്റുപേട്ടയിലുണ്ടായൊരു സംഭവം, 17-18 വയസ്സായ കുട്ടികളെ 307 കേസ് ചാർജ് ചെയ്താണ് ജയിലിലടച്ചത്. വധശ്രമത്തിന് കേസെടുക്കുകയാണ്. മാക്സിമം പണിഷ്മെൻ്റായിട്ട് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം ആ കുട്ടികൾ ചെയ്തുവോ? 27 കുട്ടികൾ, പ്രായപൂർത്തിയാവാത്തവർ. എന്നിട്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയാണ് അവർ തെമ്മാടിക്കൂട്ടങ്ങളാണെന്ന്. കേസ് പെറ്റി കേസായി മാറ്റി, പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാമർശം പിൻവലിച്ചില്ല. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. പിന്നെ 1ാം പിണറായി സർക്കാർ ആരെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേശകനായി, പോലീസ് ഉപദേശകനായി വെച്ചത്? ശ്രീവാസ്തവയാണ്. ആരാണ് ശ്രീവാസ്തവ? എനിക്കൊരു മുസ്ലിം ബാസ്റ്റേഡിൻ്റെ ഡെഡ് ബോഡി കാണണമെന്ന് പാലക്കാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകതാ യാത്രയിൽ വിളിച്ചു പറഞ്ഞ, വയർലൈൻ സന്ദേശം കൊടുത്ത ശ്രീവാസ്തവ അന്ന് വെടിവെപ്പുണ്ടായിട്ട് മൂക്കിലൂടെ കയറിയ വെടിയുണ്ടയാണ് സിറാജ് നിസ എന്ന 11-കാരിയുടെ തലയോട്ടി തകർത്ത് പുറത്തേക്ക് പോയത്. ആ ശ്രീവാസ്തവയാണ് ആര് വെക്കുന്നത്? നമ്മുടെ പിണറായി വിജയൻ ഉപദേശകനായി വെക്കുന്നത്. ധാരാളം കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്. പോലീസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ, ദളിത് വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധനാണ്, അതുകൊണ്ട് UDFനാണ് വോട്ട്. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അതിനുള്ള മറുപടി CPM പറയാനും. പക്ഷേ സന്ദീപ് വാര്യർ, ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നമുക്കറിയാം
BJP സംബന്ധിച്ച് ഇതുവരെ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭയിലേക്ക് 2016 ഒരു സീറ്റ് നേടിയതൊഴിച്ചാൽ രാഷ്ട്രീയമായി ഇലക്ടറലായ ഗെയിൻസ് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത പാർട്ടിയാണ്. ഇവിടെ ഇപ്പോൾ LDF, UDF എന്നീ ദ്വന്ദ്ങ്ങളാണ് മത്സരം നടത്തുന്നത്. അതിൽ ഒരു വിഭാഗത്തിന് SDPIയുടെ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് SDPIയെ ഈ പറഞ്ഞതുപോലെ ചെറിയ 100 പഞ്ചായത്ത് മെമ്പർമാരുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കാണാം എന്നുള്ളതിനപ്പുറത്ത് വലിയ പൊളിറ്റിക്കൽ ക്ലൗഡൊന്നും അവർക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കണക്ടിവിറ്റിക്ക് എന്തോ തകരാറുണ്ടെന്ന്. അത് ശരിയാക്കിയതിനു ശേഷം ഞാൻ സന്ദീപിലേക്ക് വരാം. അപ്പോൾ ആ സമയത്ത് ശ്രീ ജയ്ക്ക് SDPI എന്തുകൊണ്ട് LDFനെ പിന്തുണയ്ക്കുന്നില്ല, എന്തുകൊണ്ട് UDFനെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ ഉത്തരം SDPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. LDF സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു. പോലീസ് അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. AKG സെന്ററിൽ നിന്നോ സെക്രട്ടേറിയറ്റിൽ നിന്നോ അല്ല, മാരാർജി ഭവനിൽ നിന്നാണ് പോലീസ് ഭരണം. അതുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പൂഞ്ഞാറിൽ 17 കുട്ടികളെ വധശ്രമ കേസിൽ പ്രതിയാക്കിയ സർക്കാരിനെ ഞങ്ങൾ എന്തിനു പിന്തുണയ്ക്കണം, അതുകൊണ്ട് UDFനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഉത്തരം. തീർച്ചയായിട്ടും ഇവിടെ SDPIയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ബഹുമാനീയനായ പാനലിസ്റ്റ് അദ്ദേഹം ഇതേപോലെ ചില വിമർശനങ്ങൾ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് ആവർത്തിച്ച വിമർശനങ്ങൾ ഉന്നയിച്ചു. ഞാനതിന് മറുപടിയിലേക്ക് വരാം. പക്ഷെ അതിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് പ്രതിനിധികളുടെ ചില വാദങ്ങളോടൊന്ന് പ്രതികരിക്കാതെ പോകുന്നത് അർത്ഥശൂന്യമായി നമ്മളുടെ ഈ സംവാദത്തെ മാറ്റും. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സംവാദത്തിന്റെ പശ്ചാത്തലം കോൺഗ്രസിന് നിരുപാധിക പിന്തുണ SDPI പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവിനോട് കേരളത്തിലെ മാധ്യമപ്രവർത്തക സംഘം ഇന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുക ചോദിച്ചു, SDPIയുടെ പിന്തുണ വേണ്ടാന്ന് വെക്കുമോ, SDPIയുടെ വോട്ട് വേണ്ടാന്ന് പറയുമോ? എന്തായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിശദീകരണം? മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പേരും ശിരസ് കുനിച്ചില്ലേ, നമുക്ക് തല താഴ്ത്തേണ്ടതായി വന്നില്ലേ? കാരണം എന്താണ്? അദ്ദേഹം പറയുന്നില്ല SDPIയുടെ പിന്തുണ വേണ്ടാന്ന്. ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഫോണുകളുടെ ആർക്കൈവുകളിൽ നിർബന്ധമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചിത്രവും ഒരു ദൃശ്യവുമുണ്ട്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, SDPIയുടെ പിന്തുണ വേണോ, SDPIയുടെ വോട്ട് സ്വീകരിക്കുമോ? RSSന്റെ പിന്തുണ വേണോ, RSSന്റെ വോട്ട് സ്വീകരിക്കുമോ? എന്താണ് അങ്ങ് മുമ്പ് സൂചിപ്പിച്ച പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നുമുള്ള തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലും അല്ലാതെയും സഖാവ് കോടിയേരി ഓർമ്മിച്ച് പറയുന്ന രംഗം എന്താണ്? ഞങ്ങളോട് ആ ചോദ്യം ഇനി ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോഴല്ല, 979 തലശ്ശേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ചോദ്യം ഉയർന്നു വന്നു. RSSന്റെ വോട്ട് ഇടതുപക്ഷത്തിന് ലഭിക്കുമോ? അന്ന് മഹാനായ EMS പറഞ്ഞു അത്രേ, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. അന്ന് മുതൽ ഇങ്ങ് വരെ ഏതു ഘട്ടത്തിലും ഒരു ഡിസ്പ്യൂട്ട് ഉയർന്നു വന്നപ്പോൾ മതഭീകരവാദ പ്രസ്ഥാനം, അത് SDPI ആവട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, സംഘപരിവാരമാവട്ടെ, RSS ആകട്ടെ, അവരുടെ വോട്ട് കൊണ്ട് ഒരു പഞ്ചായത്ത് വാർഡിൽ ജയിക്കാം, എന്നാൽ ഒന്ന് പാർലമെന്റ് വരെ പോയി വരാം എന്ന് പറഞ്ഞാൽ ഏതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പില്ലാത്തപ്പോഴും വർഗീയവാദികളുടെ പിന്തുണ കൊണ്ട് ഇവന്മാരുടെ നക്കാപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിലും പോവേണ്ട, ഞങ്ങൾക്ക് പാർലമെന്റിലും പോവേണ്ട, ഈ നിലപാട് ഞാൻ പറയുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷം പാർലമെന്റിലും മത്സര രംഗത്താണ്. ഞാനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് പഞ്ചായത്ത് വാർഡിലും പാർലമെന്റിലും ഞങ്ങൾക്ക് ജയിക്കേണ്ട എന്ന് അന്തസ്സോടുകൂടെ പറഞ്ഞവരാണ് ഇടതുപക്ഷം. ഇപ്പോഴും പറയുന്നവരാണ്. എന്തുകൊണ്ട് ആ സമീപനം സ്വീകരിക്കാൻ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിന് ഭയം? നിങ്ങൾ മതനിരപേക്ഷവാദികളുടെ വോട്ട് സ്വീകരിക്കുക, ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വോട്ട് സ്വീകരിക്കുക, മത തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് VD സതീശന് പറയാൻ എന്താ ഭയം? ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പഞ്ചമുച്ച മടങ്ങി കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്തിയ കേരളത്തിലെ SDPIയുടെ പ്രതിനിധി മറന്നുപോകും. മതനിരപേക്ഷ പറയുന്ന കാര്യത്തിലുള്ള മറുപടി ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കാം. അല്ല, താങ്കൾ കോൺഗ്രസിനോട് ചോദിച്ച ചോദ്യം ശരി, അതിന് കോൺഗ്രസ് മറുപടി പറയുമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ SDPI നേതാവിന്റെ ഭാഗത്തിനോട് മറുപടി പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുതു കുമ്പിട്ട് നിലവിളക്ക് കൊളുത്തിയ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ്, നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം SDPIക്കാരൻ മറച്ചു പിടിച്ചാലും കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം മറക്കില്ല. പിന്നെ പറഞ്ഞത് എന്താണ്? ന്യൂനപക്ഷ വിരുദ്ധരാണ് പിണറായി വിജയന്റെ പോലീസ്, അല്ലേ? എന്നാൽ ശരി, ഏത് പോലീസാണ് ന്യൂനപക്ഷ വിരുദ്ധമാകാതെ ഇരുന്നത്? പ്രവീൺ തൊഗാഡിയ ഇവിടെ വന്ന് മുസ്ലിങ്ങളെ കൊല്ലാൻ കലാപാഹ്വാനം നടത്തിയപ്പോൾ ഒരു കേസുണ്ടായി. ആ കേസ് പിൻവലിച്ചു കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രി, രാഷ്ട്രീയ പാർട്ടി ഏതാ? ഇന്ന് SDPI കാല് പിടിക്കാൻ പോകുന്ന കോൺഗ്രസ് ആണ്. പ്രവീൺ തൊഗാഡിയ മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞ കേസ് പിൻവലിച്ച് RSSന് വിടുപണി ചെയ്ത കോൺഗ്രസ് നിങ്ങൾക്ക് നല്ലതല്ലേ? നിങ്ങളുടെ പിന്തുണ കോൺഗ്രസ് തന്നെ ഇരുന്നോട്ടെ. മോഹനചന്ദ്രൻ നായർ എന്ന തിരുവനന്തപുരത്തെ CIയെ MG കോളേജിൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ RSSകാരെ പിടികൂടി RSSകാരോട് മാനുഷിക പരിഗണന നൽകി. ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ RSSകാരെ വെറുതെ വിട്ടു. ആഭ്യന്തരമന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല.
കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ മുഖ്യമന്ത്രിയുമാണ്. ആ കോൺഗ്രസ് RSSനെതിരെ കേസ് പിൻവലിക്കാൻ RSS കണ്ണിരട്ടിയപ്പോൾ മുട്ടിലെറിഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് SDPIക്ക് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ന്യൂനപക്ഷ പ്രീതിയുള്ള കൂട്ടർ അല്ലേ? അങ്ങ് മനസ്സിലാക്കണം കേരളത്തിൽ എങ്ങനെയാണ് ഇന്ന് ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാക ഉയർന്നു മാറുന്നത് എന്നുള്ളത് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് സിദ്ദിഖാപ്പൻ UPയിൽ ചെന്നപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഉയർന്നു വന്നത് എന്താണ്? നിങ്ങൾക്ക് പിണറായി വിജയനെ അറിയുമോ? പിണറായി വിജയന്റെ നാട്ടുകാരനാണ് ഇത് പറഞ്ഞല്ലേ കവിള തടി കിട്ടിയത്. അത് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇന്ത്യയിലെ സംഘപരിവാരം ഭയക്കുന്നത്? SDPI നേതാവിനൊന്ന് പറയാമോ? ഇന്ത്യയിൽ RSS തലയ്ക്ക് വിലകിട്ട ഏതെങ്കിലും ഒരു നേതാവ്, ഇന്ത്യയിൽ RSSന്റെ നേതാവ് അമിത്ഷാ മാർച്ച് നടത്താമെന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഓഫീസർ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നു കൊള്ളണം. മതനിരപേക്ഷ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ അവരുടെ രാഷ്ട്രീയ ശരിയെ തിരിച്ചറിയും. SDPIയുടെ മാറാപ്പിൽ കൊണ്ട് ഇട്ടിരിക്കുന്ന വോട്ടല്ല ഇന്ത്യയിലെ കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ വോട്ട്. അത് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചും മനസ്സിലാക്കിയിട്ടും തന്നിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളെ അത് പഠിപ്പിച്ചു തരും, ഒരു സംശയവും ഉണ്ടാവേണ്ടത്. ശരി, ഓക്കെ. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ താങ്കൾ നേരത്തെ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ തെരഞ്ഞെടുപ്പ് വേദിയിൽ, തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ യോഗങ്ങളിലുമൊക്കെ ഉയരുമായിരിക്കും. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. SDPI എന്ന പാർട്ടി ആദ്യമായിട്ട് വരുന്നെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടി ബന്ധം അവിടെ LDFനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട തുരുപ്പ് ചീട്ടായിരുന്നു. മുസ്ലിം ലീഗും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും ഒക്കെ UDFൽ വലിയ പ്രധാനപ്പെട്ട അപ്രമാദിത്വം കൈകാര്യം ചെയ്യുന്നു എന്ന മട്ടിലുള്ള പ്രചരണം അത് അവരെയാണ് സഹായിച്ചത്. അപ്പൊ ഈ SDPI ബന്ധം താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ ഒരു ധ്രുവീകരണ ചർച്ചയ്ക്ക് വഴി തുറന്നു ഈ ഇലക്ഷനിൽ എന്നങ്ങ് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ പോലും അതിന്റെ ഗുണഭോക്താവ് നിങ്ങളാവില്ല, അത് ഇടതുമുന്നണിയാവും. അഭിലാഷ്, ഒന്ന് ഈ ചർച്ചയിൽ വലിയൊരളവ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ മാതൃഭൂമിയുടെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ്, ഇവിടെ നിങ്ങളുടെ ഭാഗത്തുണ്ടായ തടസ്സം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പറഞ്ഞ കേട്ടിട്ടില്ല. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്നാലും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPMന്റെ മാന്യൻ, ആ മാന്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. ആ മാന്യൻ എൻ്റെ ഭാഷയുടെ സൗകുമാര്യത്തെക്കുറിച്ച് ഇവിടെ വലിയ ഒരു പ്രസംഗം നടത്തിയല്ലോ. അദ്ദേഹം എന്നെ ഉപദേശിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന്. പ്രിയപ്പെട്ട മാന്യ, ആ ഭാഷ ഞാൻ പഠിച്ചത് അങ്ങയുടെ വലിയ നേതാവുണ്ടല്ലോ VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിച്ചത്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, പ്രായമായിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനോട് പോയി ചോദിക്കാം, നിങ്ങളുടെ നേതാവ് തന്നെയാണ്. പിന്നെ രാഹുൽ ഗാന്ധി എപ്രകാരമുള്ള നേതാവാണെന്ന് കൃത്യമായി കേരളത്തിൻ്റെ മുന്നിൽ വരച്ചിട്ടത് നിങ്ങളുടെ തന്നെ സംഘടനയാണ്. കൽപ്പറ്റയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത് ആ രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ കൊണ്ടുപോയി വാഴ വെച്ചത് SFI ആയിരുന്നു, മറക്കരുത്, ഞങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മാന്യതയും രാഹുൽ ഗാന്ധിയോട് കാണിക്കേണ്ട മാന്യതയൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കേണ്ട, മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തത് ക്രിസ്ത്യൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ ഞങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തോട് മറുപടി പറയുന്നുണ്ട്, ആ പറഞ്ഞിട്ടുള്ളതുമാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്കമാലിയിലെ വെടിവെപ്പ് മറന്നുപോയോ? 7 പേരെയല്ല EMSന്റെ സർക്കാർ വെടിവെച്ചു വന്നത്. അങ്കമാലി കല്ലറയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വെടിവെച്ചു വന്ന 7 ക്രൈസ്തവ സഹോദരങ്ങളുടെ ഭൗതിക ശരീരം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കാര്യങ്ങൾ? ഇനി നിങ്ങൾ തകർത്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി കയറി തല്ലി തകർത്തത് ആരാണ്? പിന്നെ നേരത്തെ ഏതോ ഒരു സ്ഥലത്ത് മിഷണറിമാർക്ക് രക്ഷകനായി പിണറായി വിജയൻ എത്തിയതിനെ കുറിച്ച് പറഞ്ഞു. ഏത് പിണറായി വിജയൻ? താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയനോ? ആ പിണറായി വിജയനാണോ ക്രിസ്ത്യാനികളെ രക്ഷകനായി മാറാൻ പോകുന്നത്? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിലിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? സോവിയറ്റ് യൂണിയനിൽ പള്ളികൾ മുഴുവൻ പിടിച്ചിട്ട് നിങ്ങൾ മ്യൂസിയങ്ങളായിട്ടില്ലേ? ആ സോവിയറ്റ് യൂണിയനിൽ ബൈബിൾ നിരോധിച്ചില്ലേ? ബൈബിൾ പോലും നിങ്ങൾ നിരോധിച്ചില്ലേ? സോവിയറ്റ് യൂണിയനിൽ ക്രിസ്ത്യാനികളുടെ കുട്ടികളെ എത്തിയിസ്റ്റുകളാക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേക പരിപാടി തുടങ്ങിയില്ലേ? കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങളിൽ മുഴുവൻ ക്രൈസ്തവതയ്ക്കെതിരായി സഭകൾക്കെതിരായി ക്രൂരമായ ആക്രമണം നടന്നില്ലേ? ഒരു 20 മില്യൺ ക്രിസ്ത്യാനികളെ നിങ്ങൾ കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ? ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ? ആ കമ്മ്യൂണിസ്റ്റുകാരാണോ ഞങ്ങളോട് ക്രിസ്ത്യൻ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ വാചാലരാകുന്നത്? എന്ത് മതനിരപേക്ഷതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മതനിരപേക്ഷത കേരളം കണ്ടിട്ടുണ്ട്. എവിടെ? പൊന്നാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സ്റ്റേജിൽ ആരായിരുന്നിരുന്നത്? അബ്ദുൽ നാസർ മദനിയെ സ്റ്റേജിന്റെ വശത്തിരുത്തി അബ്ദുൽ നാസർ മദനിയെ കൊണ്ട് പിണറായി വിജയനെ പുകഴ്ത്തി പ്രസംഗിപ്പിച്ചത് കേരളം മറന്നിട്ടുണ്ടോ? ആകാശം ഇടിഞ്ഞു വീണാലും അതിന് മുകളിലൂടെ നടന്നു പോകുന്നവനാണ് പിണറായി വിജയൻ എന്ന് അബ്ദുൽ നാസർ മദനി പറഞ്ഞപ്പോ കോൾമയിർ കൊണ്ട് അഭിമാനത്തോടെ നമ്മുടെ ഉദയനാണ് താര സിനിമയിൽ സലീം കുമാർ ഇരിക്കുന്ന ഭാവത്തോടെ പിണറായി വിജയൻ ഇരുന്ന കാഴ്ചയൊന്നും കേരളം മറന്നിട്ടില്ല മാന്യ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എല്ലാ കാലത്തും ഭീകരവാദ സംഘടന
സംഘടനകളുമായി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. LTTE-യുമായി നിങ്ങൾ ചേർന്നിട്ടുണ്ട്, ഖാലിസ്ഥാനി ബിന്ദ്രൻ വാലിയുമായി നിങ്ങൾ ചേർന്ന് ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. നിങ്ങൾക്ക് തന്നെ തിരസ്കരിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഈ ക്ലീഷേ പ്രയോഗങ്ങൾ കൊണ്ടുവന്ന് ചർച്ചയിൽ പിടിച്ചു നിൽക്കാൻ നോക്കണ്ട. ഈ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിങ്ങളുമായി ഉണ്ടാക്കിയ സഖ്യമാണ്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട എന്ന് മിനിമം പുന്ന നൌഷാദിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കോ? സാധിക്കില്ല. പുന്ന നൌഷാദിനെ കൊന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SDPI ഭീകരന്റെ പ്രസ്ഥാനമല്ല എന്ന് പറയാൻ കോൺഗ്രസ്സുകാരന് സാധിക്കോ? ഇനി SDPI ഭീകരൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. ആ ഭീകരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. സാധാരണഗതിയിൽ SDPIയുടെ ഭീകരന്മാർ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരന്മാർ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഈ ചർച്ചയിൽ വന്നതിന് ശേഷമാണ് ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ ആൾ കൂടി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഭീകര സംഘടനയാണ്, നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് SDPI. അതിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ഭീകരൻ താങ്കളെ വിളിച്ചാൽ അദ്ദേഹം വേറെ എന്തെങ്കിലും തിരിച്ചു വിളിക്കും. കേട്ടോണം, പോപ്പുലർ ഫ്രണ്ടുകാരനല്ലേ? പോപ്പുലർ ഫ്രണ്ടുകാരൻ ഭീകരനാണ്. പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരാണ്, ഒരു സംശയവും വേണ്ട. തീവ്രവാദികളാണ്. അവരെ ഇന്നല്ലെങ്കിൽ നാളെ നിരോധിക്കപ്പെടേണ്ടവരാണ്. ഇലക്ഷൻ കമ്മീഷനാണ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇലക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ നിരോധനം അകത്ത് കിടക്കുന്നുണ്ടല്ലോ, തീവ്രവാദ കേസിൽ അകത്ത് കിടന്നല്ലോ. ഭീകരന്മാർ തന്നെയാണ്. നിങ്ങൾ ഡയലോഗ് ഒന്നും അടിക്കേണ്ട. ഇത് നിങ്ങൾ ഭീകര പ്രസ്ഥാനമാണ്. പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരാണ്. ആ ഭീകരന്മാര് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുകയാണ്. നിങ്ങൾ കർണാടകയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇവരുമായിട്ട് അന്തർധാരയുണ്ട്. ഇവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് ഈ മുന്നണിയെ പിന്തുണച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധനം നീക്കാനുള്ള ഇവരുടെ ശ്രമത്തിൽ പങ്കാളിയാകാമെന്നുള്ള ഒരു ഡീലാണ് കോൺഗ്രസ് നേതൃത്വമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഡീൽ അവരുണ്ടാക്കിയിട്ടുള്ളത് പുന്ന നൌഷാദിന്റെ രക്തത്തിൽ ചവിട്ടിയാണ്, കാസർകോട്ടെ ബാലകൃഷ്ണന്റെ രക്തത്തിൽ ചവിട്ടിയാണ്. മിനിമം കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിങ്ങൾ ബോധ്യപ്പെടണം. ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഞാൻ എന്തോ ഇസ്ലാമിക വിരുദ്ധമായ കാര്യം മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു. എന്താ മുസ്ലിങ്ങൾ? ഞാൻ ഒരു കോപ്പും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ പറഞ്ഞ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്കെതിരെയാണ്. ഏത് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ? കുന്തിരിക്കം വാങ്ങി വെച്ചോളാൻ മുദ്രാവാക്യം വിളിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ, പാലാ ബിഷപ്പിന്റെ വീട്ടിന് മുന്നിലേക്ക് എത്തിയ ഭീകരന്മാര്, ജോസഫ് മാഷ കൈവെട്ടിയ ഭീകരന്മാര്, ആ ഭീകരന്മാർക്കെതിരെ ഞാൻ പറയും മാന്യ, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ക്രിസ്ത്യാനികൾ നിങ്ങൾ പറയുന്നത് മാത്രമൊന്നുമല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ ഇന്ന് ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ യുവാക്കളിൽ വലിയൊരു വിഭാഗം ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ശരി, ഓക്കെ. ശ്രീ KK അബ്ദുൽ ജബ്ബാർ, താങ്കൾ മറുപടി പറഞ്ഞോളൂ. വ്യക്തിപരമായ പരാമർശം കൂടി ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഞങ്ങൾ പരസ്പരം ഞാനേതായാലും സന്ദീപ് വാര്യരെ പോലെ അത്ര തറയല്ലാത്തതുകൊണ്ട് ആ വാക്കുകൾ ഞാൻ പ്രയോഗിക്കുന്നില്ല. സന്ദീപ് വാര്യരോട് പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നപ്പോൾ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ആളാണ് താങ്കൾ. രാജ്യത്ത് 1992 വർഗീയ വിഭജനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ പ്രതീകമായ ബാബരി മസ്ജിദ് തല്ലി തകർത്തപ്പോൾ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ആളാണ് താങ്കൾ. അതുകൊണ്ട് തീവ്രവാദ ആരോപണങ്ങളെ കാണിച്ച് ജയിൽ കാണിച്ച് നിങ്ങൾ ആരെയും ഭയപ്പെടുത്തരുത്. എനിക്ക് പ്രിയപ്പെട്ട ജയിക്കിനോടൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഈ സമീകരിക്കുന്ന പരിപാടി ഇത് അവസാനിപ്പിക്കണം. ഈ ആരോപണങ്ങൾ, തീവ്രവാദ ആരോപണങ്ങളൊക്കെ നിങ്ങൾക്ക് പഴയ കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി എന്തായിരുന്നു അന്യായം ഫയൽ ചെയ്തിരുന്നത്? അക്രമിയും കൊലപാതകയും സർവോപരി ഇയാൾ കമ്മ്യൂണിസ്റ്റുമായിരുന്നു എന്നാ. കമ്മ്യൂണിസ്റ്റ് ആകുന്നത് പോലും ഒരു കുറ്റകൃത്യമായി കണ്ടിരുന്ന ഒരു കാലം പ്രിയപ്പെട്ട ജയിക്ക് നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ടോ? ഈ ഇന്ത്യ ഇന്ന് ജനാധിപത്യം വെല്ലുവിളി നേരിടുകയാണ്, മതനിരപേക്ഷത വെല്ലുവിളി നേരിടുകയാണ്. 37% വോട്ട് വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഇന്ത്യ അടക്കി ഭരിക്കുന്നത്. അവർ ജനാധിപത്യം എന്നാൽ കേവലം ഭൂരിപക്ഷം മാത്രമാണ് എന്ന് കരുതുന്ന ഒരു വാക്ക് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജനാധിപത്യം എന്നാൽ വെറും ഭൂരിപക്ഷമല്ല. ഇന്ത്യയിലെ വ്യത്യസ്തനായിരിക്കാനും, ഓരോ പൗരന് വ്യത്യസ്തനായിരിക്കാനും, ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം. ഇത് തിരിച്ചറിയാത്തവരാണ് BJP-ക്കാര്. അവർ കേവലം ഭൂരിപക്ഷമാണ് ജനാധിപത്യം എന്നാണ് കരുതുന്നത്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 37% കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ അമ്പേ പരാജയപ്പെടുന്നതിന്റെ വെപ്രാളമാണ് സന്ദീപ് വാര്യർ ഈ ചാനൽ ചർച്ചയിൽ പ്രകടമാക്കുന്നത്. ശരി, ഓക്കെ. എനിക്ക് നിജേഷിന് കൂടി സമയം കൊടുക്കണം. എന്നിട്ട് ഇടവേളയ്ക്ക് പോകാൻ. നിജേഷ്, വളരെ ചുരുക്കി, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു കാതലായ ചോദ്യം, ഇങ്ങനെ ഒരു കൂട്ടര് പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മുമ്പ് പറഞ്ഞത് JC തോമസ് ചൂണ്ടിക്കാണിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ട ആ വോട്ട്. അപ്പോൾ RSSന്റെ വോട്ടിന്റെ കാര്യം അങ്ങനെയാണ്. ഇപ്പോൾ നാളെ RSSന്റെ ഒരു കാര്യവാഹ് ഒരു വാർത്താ സമ്മേളനം നടത്തി, ഇത്തവണ ഈ മണ്ഡലത്തിലെ RSS കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് അല്ലേ വോട്ട് ചെയ്യട്ടെ എന്ന് നിങ്ങൾ പറയോ? എന്തായാലും സാങ്കല്പിക ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നില്ല.
ഈ കാര്യത്തിൽ നേരത്തെ ജയിക്ക് പറഞ്ഞു ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ, ഒരു കോർപ്പറേഷൻ കൗൺസിലർ ആവാൻ, ഒരു മുനിസിപ്പൽ കൗൺസിലർ ആവാൻ, MLA ആവാൻ, MP ആവാൻ ഞങ്ങൾ SDP-യുടെ പിന്തുണ സ്വീകരിക്കില്ല എന്ന് ജയിക്ക് പറഞ്ഞു. ഞാൻ ജയിക്കിനോട് ചോദിക്കട്ടെ, ജയിക്ക് SFI നേതാവായിരുന്ന സമയത്താണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. അതേ ദിവസമാണ് വെമ്പായം പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നത്. അവിടെ സീനത്ത് ബീവി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. LDF-ന്റെ ഒറ്റ വോട്ട് കൊടുത്തത് SDP ആണ്. അവർ രാജിവെച്ചോ ജയിക്കെ? പത്തനംതിട്ട ജയിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് സമയം കിട്ടുമ്പോൾ ഈ പറഞ്ഞ വെല്ലുവിളി ഒന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ വിളിക്കാം. പത്തനംതിട്ട നഗരസഭയിലെ വൈസ് ചെയർപേഴ്സന്റെ പേര് ആമിന ഹൈദരലി എന്നാണ്. SDP-യുടെ വോട്ട് കിട്ടി ജയിച്ചു വന്ന ആളാണ്. 13 UDF, 13 LDF, 4 SDP. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടി SDP-യുടേതാണ്. ഇനി നിങ്ങൾ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ, ഞാൻ ജയിക്കിനോടാണ് ചോദിക്കുന്നത്, തലശ്ശേരി കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ മാട്ടൂൽ വാർഡിൽ അവിടെ UDF-ഉം SDP-യും തമ്മിൽ 150 വോട്ടിന്റെ വ്യത്യാസം, ഒരു 354, 240. അവിടെ LDF-ന് കിട്ടിയ വോട്ട് 11 വോട്ട്. മാട്ടൂൽ ജയിക്കൊന്ന് കുറിച്ച് വെച്ച് ഏരിയ സെക്രട്ടറി ഒന്ന് വിളിച്ചു വെക്കണം. മാട്ടൂൽ എങ്ങനെ 11 വോട്ടായി? തലശ്ശേരിയിൽ എന്തായാലും 11 വോട്ടല്ലല്ലോ ഉണ്ടോ? അതേ സ്ഥലത്ത് മടമ്പറത്ത് ഇതുപോലെ തന്നെ SDP-ക്ക് 784, UDF-ന് 682, CPM-ന് കിട്ടിയത് 14 വോട്ട്. ഒന്ന് സമയമുള്ളപ്പോൾ ചോദിക്കണം. കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ പഞ്ചായത്ത്, മാഹിയോട് ചേർന്ന് നിൽക്കുന്ന അഴിയൂർ പഞ്ചായത്ത് SDP-യുടെ 2 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ ഭരിക്കുന്നത്. അങ്ങനെ കേരളത്തിലുടനീളം പറപ്പൂർ പഞ്ചായത്ത് ഉൾപ്പെടെ ഒരുപാട് പഞ്ചായത്തുകൾക്കകത്ത് SDP-യുടെ പിന്തുണ വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ഇത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അത് വേണമെങ്കിൽ SDP-യുടെ പ്രതിനിധിയോട് ഒരു ക്ലാരിഫിക്കേഷൻ നടത്താം. ആലപ്പുഴയിൽ എൻ്റെ ജയിക്കെ ആലപ്പുഴയിലെ ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ CPM ഇത് രാജിവെച്ചു. എന്താ കാരണം എന്നറിയോ? അവിടെയുള്ള ലോക്കൽ സെക്രട്ടറി SDP-യുടെ നേതാവായി പെരുമാറുന്നു എന്ന് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ബിസിനസ് ബന്ധങ്ങൾ SDP-യും CPM തമ്മിൽ ആലപ്പുഴയിലെ ചെങ്ങന്നൂരിൽ ബിസിനസ് ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാം. അതുകൊണ്ട് വല്ലാതെ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പിന്നെ നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ മാരാർജി ഭവനകത്താണല്ലോ ഡീൽ ഉണ്ടാക്കിയത്. എന്റെ വാര്യരെ, നിങ്ങൾ ഈ വേവാത്ത പരിപ്പെടുത്ത് വരണ്ട. ഞങ്ങൾക്കൊരു ഡീലുമില്ല. പക്ഷെ ഞങ്ങൾ ആദ്യം എതിർക്കുന്നത് നിങ്ങളെയാണ്. അതിനൊരു സംശയം. ചരിത്രപരമായ കാരണമുണ്ട് ശേഷം ഇന്ന് വരെ. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ജേക്സി തോമസ്, നിങ്ങൾക്കാണ് SDP-ഐ ബന്ധം എന്ന് ആണ് ഇവിടെ നിജേഷ് പറഞ്ഞത്. അതിനുള്ള മറുപടി താങ്കൾ എനിക്ക് പത്തനംതിട്ടയിലെ ആമിന ഹൈദർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വൃക്ഷം ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്, അവർ SDP-ഐക്കാരി അല്ല എന്ന് സ്ഥാപിക്കുന്ന പോസ്റ്ററും അതുപോലെ തന്നെ അവരുടെ സത്യപ്രസ്താവന അയച്ചു തന്നിട്ടുണ്ട്. ബാക്കി കുറെ കാര്യങ്ങളുണ്ടല്ലോ, മറുപടി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. അതായത് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടേണ്ടത് മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെതിരായി നിൽക്കുന്ന BJP-യും RSS-ഉം അതേപോലെ തന്നെ SDP-യുമാണ്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. സത്യസന്ധമായി മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നമ്മളെല്ലാവരും വർഗീയതയാണ് എതിർക്കേണ്ടത്, വർഗീയതയാണ് വിചാരണ ചെയ്യപ്പെടേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ്, കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കണം. നിങ്ങൾ കാണുന്നത് ഇതേപോലെ പച്ചക്കള്ളം പറഞ്ഞിട്ടും വർഗീയവാദികളുടെ വോട്ട് കിട്ടിയിട്ടായാലും ഞങ്ങൾക്കൊന്ന് പഞ്ചായത്തിൽ പോകണം, ഞങ്ങൾക്കൊന്ന് പാർലമെന്റിൽ പോകണമെന്ന് കരുതുന്ന നശീകരണ സ്വഭാവമുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഞാനും കേരളത്തിലെ ജനങ്ങളും ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളം എന്താണ്? ഇവിടുത്തെ പത്തനംതിട്ട നഗരസഭയിൽ SDP-യുടെ പിന്തുണ കിട്ടി. അമീന ഹൈദരലി ഫ്ലെക്സ് ബോർഡ് ഞാൻ ആങ്കർക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങേക്ക് അല്പം സമയം ലഭിക്കുമെങ്കിൽ ആ ഫ്ലെക്സ് ബോർഡ് ഇവിടെ കാണിച്ചു കൊടുക്കണം. UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയുടെ ചിത്രം, അവരുടെ ചിഹ്നം, UDF റിബലായി മത്സരിക്കുന്നത്, അവരുടെ സത്യപ്രസ്താവന. ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ RSS-നും SDP-ക്കും മാത്രമല്ല കോൺഗ്രസ്സുകാരനും പറ്റും എന്ന് ഈ ചർച്ചയിൽ കയ്യോടുകൂടെ ഞാൻ സത്യപ്രസ്താവന അയച്ചു കൊടുത്തിട്ടുണ്ട്. ജയിക്കിനെ വെല്ലുവിളിക്കുന്നു. ഞാൻ തെളിയിക്കാം. നിങ്ങൾ ഉണ്ടാക്കിയ ക്യാപ്സ്യൂൾ അല്ല. അവസാനത്തെ ഒരു മിനിറ്റ് നീട്ടി പറയല്ലേ. ആമിന ഹൈദരലി SDP-ഐ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചതെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. നിങ്ങൾ ഉണ്ടാക്കിയ ക്യാപ്സ്യൂൾ അല്ല വേണ്ടത്. അവരുടെ ആ സമയത്ത് ഒരു പോസ്റ്റർ അയച്ചു തന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: സ്വതന്ത്ര സ്ഥാനാർത്ഥി ആമിന ഹൈദരലിയെ വാർഡ് 21. അതിനുശേഷം അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി SDP-ഐ ആണ്. ജയിക്ക് പറയട്ടെ. പറയൂ ജയിക്ക്. 13 LDF പിന്നെ എങ്ങനെ ജയിച്ചു? പഴയ വാർത്ത പരിശോധിച്ചാൽ മതി. SDP-ഐ CPM യൂട്യൂബിൽ അടിച്ചാൽ മതി. പഴയ മാതൃഭൂമി വാർത്ത വരുന്നേ. പഴയ മാതൃഭൂമി വാർത്ത വരും. ഞാൻ കാണിച്ചിരാന്ന്. അല്ല, ഞങ്ങൾക്ക് കളവ് പറയേണ്ട കാര്യമല്ല. ജയിക്ക് പറ. തലശ്ശേരിക്കാരും പറ. ജയിക്ക് പറ. അഭിമന്യു മരിച്ച ദിവസം വെമ്പായത്തെ കഥ പറ. സമയം കഴിഞ്ഞു.
ജയ്ക്ക് റാന്നിയിലെ BJP ജയിക്കത്തിൽ പറയണ്ടേ, പെട്ടെന്ന് പറയോ, സമയം പോയി, സമയം കഴിഞ്ഞു. 8/12/2020 കോൺഗ്രസ് നേതാവ് SDPI-കാരിയാക്കി മാറ്റാൻ ശ്രമിച്ച, എന്നാൽ UDF വിമതയായി മത്സരിച്ച് ജയിച്ച് ഈ ചർച്ചയിൽ വന്ന കോൺഗ്രസ് നേതാവിനേക്കാൾ വിവരവും വെള്ളിയാഴ്ചയുമുള്ള UDF വിമത ഞങ്ങളെ പിന്തുണച്ചു. അതിന്റെ പേരിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. സങ്കടപ്പെട്ടാൽ ചിലർ സമയം പൂർണ്ണമായിട്ട് കഴിഞ്ഞു. വളരെ നന്ദി. എന്റെ 4 പാനലിസ്റ്റുകൾക്കും സൂപ്പർ അവസാനിക്കുന്നു. നമസ്കാരം.